ഞാൻ ഇവിടെ മാറ്റ് അങ്കിളിന്റെ അടുത്താണ്, മാത്യു അങ്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. അതെ, പല പേരുകളിൽ അറിയപ്പെടുന്ന അങ്കിളാണ്. അപ്പൊ ഞാൻ കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ ഒന്ന്. അപ്പം കഴിഞ്ഞ ദിവസം എന്നായിരുന്നു, ഒരു 2-3 ദിവസം മുമ്പ്, ഇത് പോരുന്നതിന് മുമ്പ് ഞാനിങ്ങനെ അക്കോമഡേഷൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഹാമിൽട്ടൺ മലയാളി അസോസിയേഷന്റെ ഒരു ഇമെയിലിൽ കണ്ടപ്പോൾ അതിലോട്ടൊരു മെയിൽ അയച്ചു. ഇത് ഞാനിങ്ങനെ വരുന്നുണ്ട്, എനിക്ക് ഏതിലൊരു ഫെസിലിറ്റി കിട്ടുമോ? അതെ, ഒരു വിതിൻ ഒരു 5 minutes ഉടനെ എനിക്കൊരു കോള് വന്നു, ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് വീട്ടിലോട്ട് പോരെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ 32 വയസ്സുള്ളതാണ് പറഞ്ഞത്. അതെ അതെ, 32 വയസ്സാണ്. ഇപ്പം കണ്ടിട്ട് 80 തോന്നുന്നല്ലേ? അതാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ തന്നെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ന്യൂകമേഴ്സിന്റെ ഇടയ്ക്ക് നമ്മളൊരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈല് കൊണ്ടുവന്നു. അതിന് ഏറ്റവും ഒരു ബെസ്റ്റ് മോഡലിനെയാണ് ഇന്ന് കേട്ടിരിക്കുന്നത് ഇവിടെ. ഏറ്റവും നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല്, അതായത് റണ്ണിങ്ങിന് എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ ആവറേജ് 15 kilometers a day between run and walk. നടക്കും. Very folks died on 18 years. പിന്നെ പ്രിൻസസ് മാർഗരറ്റ് ഹോസ്പിറ്റലില് ഞാൻ 4 വർഷം 60 kilometers നടന്നു. ഇപ്പൊ കേട്ടല്ലോ കാര്യങ്ങള്. അപ്പൊ ഇനി കുറെ വിശേഷങ്ങളോട് നമുക്ക് ചോദിക്കാം. ഇവിടെ വന്നിട്ട് അത് പറഞ്ഞ നിങ്ങൾ എന്റെ പ്രായം ഗസ് ചെയ്യും. ഇവിടെ വന്നിട്ട് 69, 1969 December 14th. 1969 December 14th. അതെ അതെ. അപ്പം വന്നിട്ട് അന്നേരം എങ്ങനെ വന്നപ്പോ എങ്ങനെയായിരുന്നു? ഇപ്പൊ അന്നത്തെ സമയം ഇപ്പോഴത്തെ ഇതൊക്കെ ആയിരുന്നു? അല്ല, ഇറ്റ്സ് ഓൾ യുവർ ആറ്റിറ്റ്യൂഡ്. അതെ അതെ, ഇറ്റ്സ് ഓൾ യുവർ ആറ്റിറ്റ്യൂഡ്. Don't talk about your rights. You have to fulfill your responsibility. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പം അന്ന് വന്നിട്ട് ഇപ്പോഴത്തെ പോലൊരു സംവിധാനം ഒന്നും നമുക്കില്ലായിരുന്നല്ലോ. ഇല്ല, ഒന്നുമില്ല. അബ്സല്യൂട്ട്ലി. ഞാൻ അന്ന് എന്റെ മെമ്മറി റൈറ്റ് അന്ന് 6-7 ഫാമിലി ഉള്ളായിരുന്നു. അന്ന് നേഴ്സസിനെ മലയാളികളെ അത്രേ ഉള്ളായിരുന്നു. അത് ഇപ്പോഴത്തേക്ക് സംഭവം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ മലയാളികളെ ഉള്ളൂ. അതെ അതെ അതെ. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന ഹാമിൽട്ടണിലാണ് കേട്ടോ. ഇത് ബെർലിംഗ്ടൺ ആണ്. ഹാമിൽട്ടൺ ആണ്. ഞാനും ഇതിന്റെ ഇടയ്ക്ക് എല്ലാം പറയുന്നുണ്ട് ഹാമിൽട്ടൺ ആണ്. പക്ഷെ ഇവിടെ എത്ര ദൂരം ഉണ്ട് ഹാമിൽട്ടൺ? 20 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ടാണ് നയഗ്ര ഫോൾസിലോട്ട് പോകുന്നത്. പിന്നെ ഹാമിൽട്ടൺ മലയാളി സമാജത്തിന്റെ വിശേഷങ്ങളൊക്കെ? ഹാമിൽട്ടൺ മലയാളി സമാജം മേ ബി അത് ഇംഗ്ലീഷ് പറയണ്ട, അതായിരിക്കും ആദ്യത്തെ ഏറ്റവും പഴയ മലയാളി സമാജം. പഴയെന്ന് പറയാനൊക്കത്തില്ല. ഞങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ട്, 6 ഏക്കർ സ്ഥലം, ഒരു സ്കൂൾ ബിൽഡിംഗ്. ഞങ്ങളത് 2003 വാങ്ങിച്ചതാണ്. ഞാനതിന് പ്രസിഡന്റ് 2 വർഷമായിരുന്നു, ചെയർമാന് 3-4 വർഷം. ബിൽഡിംഗ് ഇപ്പോഴും ഞാൻ ചെയർമാനാണ് ബിൽഡിംഗ് കമ്മിറ്റിയുടെ. സോ ആ ജീവിതമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി ശരി. അതിനാണ് ആക്റ്റീവായിട്ട് 2003 മുതൽ ഞാൻ വെരി ആക്റ്റീവാണ് സമാജത്തിൽ. എന്റെ ടൈറ്റില് സമാജത്തിലെ ചീഫ് ഗാർബോളജിസ്റ്റ് എന്നാണ്. ഗാർബേജ് പറഞ്ഞു. അതായത് മനസ്സിലായി. അതായത് ഇവിടെ വന്ന് എന്ത് പണി ചെയ്യാൻ മടിയില്ലാത്ത ആളാണ്. അങ്ങനെയുള്ളവർ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശരിയല്ലേ? നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, എന്റെ അപ്പനൊന്നും ചെയ്തിട്ടില്ല, എന്റെ അമ്മയെ എന്നെ കൊണ്ടൊന്നും ചെയ്യിച്ചില്ലെന്ന് പറഞ്ഞിട്ടൊന്നും യൂസ്ലെസ് ചെയ്യാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അതിപ്പോ ന്യൂകമേഴ്സ് ആയിട്ട് വരുന്നവർക്ക് എല്ലാവരും നല്ല അഡ്വൈസ് ആക്കാം. എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു തരാം. അതെ, സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്ക് നാട്ടിൽ നിന്ന് കഞ്ഞിയും കറിയൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ട് വരിക. പിന്നെ അവനവന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുക. അല്ല, എന്റെ ജീവിതത്തിൽ നോക്കിയ മോനെ, ഞാന്
ഡൽഹിയിലായിരുന്നു 6 വർഷം. ഞാൻ അന്ന് നിങ്ങൾക്കൊന്നും അറിയാത്ത കാലത്തെ സമയത്ത് സൂപ്പർബജാർ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ ഞാൻ മറ്റ് ഇംഗ്ലീഷ് പാസ്സായിട്ട് ഡൽഹി വന്ന് ഫാർമസി ഡിപ്ലോമ എടുത്ത് സൂപ്പർബജാർ എന്ന് പറയുന്ന ഫാർമസിയുടെ 4 ബ്രാഞ്ച് ഞാനായിരുന്നു ഇൻചാർജ് ഫാർമസിയുടെ. ഇവിടെ വന്ന് എന്റെ ജോലി എന്തുവെന്ന് അറിയാമോ? ട്രക്ക് അൺലോഡ് ചെയ്യുക, ടോയ്ലറ്റ് കഴുകുക, അതായിരുന്നു. അന്ന് വന്നപ്പോഴേ അതെ. അല്ല ഇവിടെ അങ്ങനെ പണി ചെയ്യുന്നതിന് ഒരു മടിയില്ലല്ലോ ആൾക്കാർ. അന്ന് നാണംകേടല്ലേ നമ്മുടെ ഇടയ്ക്ക് അന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അതാണ് പ്രശ്നം. ഇപ്പം കൂടുതലും ആൾക്കാർക്ക് എന്തെങ്കിലും ഇപ്പം PSW ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ആൾക്കാർ കളിയാക്കും അവരെ, അങ്ങനെ വരുന്നു. അതൊന്നും ശരിയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. എന്ത് ജോലിക്കും അതിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ഈക്വലാണ്. അതെ. ആരേത് ജോലി ചെയ്യുന്നല്ല, ഓരോ ദൈവവിധി അനുസരിച്ച് ഓരോരുത്തരും തീർച്ചയായിട്ടും അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അതാണ് പേരൻസ് ആയിട്ടുള്ളവർ, ഇപ്പൊ സ്റ്റുഡൻസിന്റെ മാതാപിതാക്കള്, ന്യൂകമേഴ്സ് മാതാപിതാക്കള്, അവരൊക്കെ ഒരു 55 വയസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നവരുണ്ട്. അവർക്ക് എങ്ങനെ ആക്റ്റീവ് ആകാൻ പറ്റും? എന്റെ അമ്മ ഇവിടെ വന്ന്, അമ്മയും എന്റെ ബ്രദേഴ്സിനെ സ്പോൺസർ, അമ്മയ്ക്ക് 59 വയസ്സേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വല്യമ്മയെ കൊണ്ടുവന്നിട്ട് ഈ വല്യമ്മ ഇവിടെ വന്ന എന്തൊരു കഷ്ടമായി പോയത്. എന്നിട്ട് അല്ല ഞാൻ പറയുക, ഇപ്പൊ എനിക്ക് 80 ആവാൻ പോകുന്നു, എനിക്ക് ഇപ്പോഴും 59 പോലും ആയിട്ടില്ല. ആറ്റിറ്റ്യൂഡാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെ നിൽക്കുകയല്ല, രക്ഷയില്ല. ഇല്ല. അത് തീർച്ചയായിട്ടും ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ആദ്യകാലത്തുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പൊ കണ്ടില്ലേ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ചൈനക്കാരും സായിപ്പും കൂടെ വന്നല്ലോ. അതെ, ഇപ്പൊ കുറച്ചും ഒരു ചൈനക്കാരി ഒരാളിവിടെ വന്നായിരുന്നു, പിന്നെ ഒരു സായിപ്പിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആള്, ഞാൻ ഫോട്ടോ ഇട്ടേക്കാം, ആള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരുമായിട്ടുള്ള ബന്ധങ്ങളാണ് ഏറ്റവും. നമ്മൾ മലയാളി മാത്രമായിട്ടൊരു ഓരോ ഇടയ്ക്ക് മാത്രം അങ്ങനെ മലയാളി സമാജം ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങളാണ്. എല്ലാവരുമായിട്ട് പ്രധാനമാണ്. ഞാൻ താങ്ക് ഗോഡ് ഐ എം ബ്ലെസ്ഡ്. അതെ. Okay. I got more than I asked for, I hoped for, I prayed for. Family, Magana is in a good place. He worked for CIBC. He's in a big position. I'm not going to say it. My daughter works for Fortunos company. She is also in a buying office. She's in a big job. But I don't brag about it. It is. ഇപ്പൊ ഇവിടെ താമസിക്കുമ്പോ എങ്ങനെ ഫ്രീഡം ഒക്കെ എൻജോയ് ചെയ്യുന്നു? ഫ്രീഡം ഒക്കെ എനിക്ക് ആരോടൊന്നും ചോദിക്കണ്ട, എനിക്ക് എപ്പം വേണേലും എന്തും ചെയ്യാം. അതാണ് എന്റെ ഫ്രീഡം. അതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ചോദിച്ചു, ഇപ്പൊ ഈ മലയാളി സമാജത്തിലൊക്കെ ഇപ്പൊ ഈ പുതിയതായിട്ട് വരുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെ ചെയ്തു? പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എഗെയിൻ നമ്മുടെ യങ് ജനറേഷൻ ഹാസ് ടു ഇൻവോൾവ് വിത്ത് ഇറ്റ്. ദേ ഹാവ് ടു ബ്രിങ് ദെയർ പേരൻസ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ ഈ ലോക്കൽ വെള്ളിംഗ്ടണില് കാർഡ് ഗെയിം ഉണ്ട്, സീനിയർ സിറ്റിസൺ ലഞ്ച് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാത്തിനും ഞാൻ ഇൻവോൾവ്. സമാജം ഈ ബിൽഡിംഗ് വാങ്ങിച്ചത് 2003 അന്ന് മുതൽ ഞാൻ ഐ ടുക്ക് എ റോൾ, ലീഡർഷിപ്പ്. അത് പിന്നെ എന്റെ മക്കൾ പറയുന്നുണ്ട്, ഡാഡ് sit home, do it. Then I'll be dead by this time. Yeah. അതാണ്. You have to involve in the community. I try to help a lot. But in my own way. Some people doesn't have to agree to that. But I do. And I will. My hope for future is rest of my life I will pay. അതാണല്ലോ ഇന്നത്തെ കാര്യം തന്നെ. അത് തന്നെയാണ് കാരണം ചോദിച്ചേ അതിനകത്ത് വേറൊരു ചോദ്യം ഇല്ലായിരുന്നു, നേരെ പോരുക. ദൈവം ഞാനൊരു പാട്ട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പാടുന്ന, ദൈവം തന്ന നന്മകൾക്കായി നന്ദി പറഞ്ഞിടുവാൻ നാവിത് പോരാ, നാളിത് പോരാ, ആയുസ് ഇത് പോരാ. എന്നെ സംബന്ധിച്ചോളം അത് ഒത്തിരി സത്യമാണ്. തീർച്ചയായിട്ടും. അത് ഇപ്പം ഏതായിരുന്നു ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനത്തിൽ പറഞ്ഞേക്കുന്നത്, ഏറ്റവും താങ്ക്ഫുൾ ആയിട്ടുള്ള ആളുകളാണ് ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. 80 വയസ്സായിട്ടും അല്ലേ. ഇന്ന് ഇവിടെ പോയപ്പോ എല്ലാരും പറഞ്ഞു അങ്കിളിന് 50 വയസ്സ് പോലും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു എന്റെ കണ്ണ് ഒന്ന് ചെക്ക് ചെയ്യും.
അതെ അതെ. അല്ല അതൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ എന്ത് കാര്യത്തിൽ ഇപ്പൊ കാനഡയിലൊക്കെ വന്ന് ഞാൻ ഡൽഹിയിൽ ഡൽഹിയില് ശരിക്കും ഈ റിക്ഷയും പൊടിയും അവിടുത്തെ വെതറും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോഴത്തേനും പറഞ്ഞു ഇവിടെ വന്നിട്ട് നമ്മുടെ ശരിയാ ആദ്യം കഷ്ടപ്പാടുകളെല്ലാം ഞാൻ ടീമോട്ടലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്. അത് കഴിയുമ്പോഴത്തേനും പിന്നെ പയ്യെ പയ്യെ ദൈവാനുഗ്രഹം കൊണ്ടാണ് പല കാര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയതും. അതാണ് തീർച്ചയായിട്ടും ഓരോ ദിവസങ്ങളും തീർച്ചയായിട്ടും അതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ഇന്ന് യാത്ര ചെയ്തപ്പോൾ ഓർക്കുമായിരുന്നു എന്നാ നല്ല ഒരു ഏരിയ ഒക്കെയാണ് ഇവിടെ ഒക്കെ, നല്ല ഒക്കെ കാണാൻ പറ്റിയല്ലോ, യാത്ര ചെയ്യാൻ പറ്റി, എല്ലാം വളരെ സന്തോഷം. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ജീവിതത്തിൽ. അതെ അതെ. പിന്നെ ഈ കണക്ഷൻസിനെ പറ്റി എങ്ങനെ കാനഡ വരുമ്പോൾ നല്ല കണക്ഷനിൽ കൂടെ നമുക്ക് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. അത് പണ്ടുമായിട്ട് വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ആയിരുന്നു അത് ഹെൽപ്പ് ചെയ്യുന്നത്? എന്റെ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടോ എഡ്യൂക്കേഷനെ കൊണ്ടോ അല്ല. ഞാൻ ഇവിടുത്തെ ലിബറൽ പാർട്ടിയുടെ മെമ്പറായി ഇപ്പൊ ഇല്ല, കഴിഞ്ഞ 2 വർഷം. ഞാൻ 4 ഇലക്ഷന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ് വെള്ളിംഗ്ടന്റെ. എന്റെ കഴിവല്ല, ഞാൻ പുഷ് ചെയ്ത് വാങ്ങിച്ച ജോലികളാണ് ചെയ്യാനായിട്ട്. മേയർ മേരിയാൻ മീഡ് വാർഡ്, ഇവിടുത്തെ മേയർ, അവിടെ കാൻഡിഡേറ്റ്സ് ഈ തവണത്തെ സെക്കൻഡ് എന്റെ ബാക്ക് ചെയ്തതാണ്. ഞാൻ ഈ അയൽവക്കക്കാരെയൊക്കെ വിളിച്ച് ബാർബിക്യൂ ചെയ്ത്. സോ ഐ കീപ് ദാറ്റ്. പക്ഷെ ഞാൻ ചൂടാവുകയും ചെയ്യും, ചീത്ത പറയും. ഇപ്പൊ അതാണ് മലയാളി കമ്മ്യൂണിറ്റി ചായ പ്ലീസ് ആ 4 ലെറ്റർ വേർഡ് പറയല്ലേ എന്ന് പറയും. അത് പറയും എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒത്തിരി ആൾക്കാര് പല രാജ്യങ്ങളോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേനും എല്ലാവർക്കും അവരുടെ ജീവിത നിലവാരം ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവിടെ പോകുന്നത്. അപ്പൊ അതിനെപ്പറ്റി എന്നാ അഭിപ്രായം? ഇപ്പൊ പിള്ളേർ സെറ്റെല്ലാം പോകുന്ന നാട്ടിൽ നിന്ന് അല്ല, ഇത്രയും വർഷം മുമ്പ് കൂടെ വന്നല്ലേ, കേരളത്തിലൊന്നും വളരുന്നില്ല എന്ന് നമ്മള് കേരളത്തിനെ കാട്ടി നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സിസ്റ്റവും എല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ അതായത് കേരളമാക്കാൻ വരിക. അതുകൊണ്ട് you are here, there is a law, there is a bylaw, there is this that and the other, you follow it. When you go to grocery store, you have to stay in line. Because you are taller than me, you cannot stay in that. നമ്മുടെ ഇപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ. ബാങ്കില് നമ്മൾ പോയി 5 അടി 3 ഇഞ്ച് നീളമുള്ള അവിടെ പോയി നിന്നാൽ പുറകിൽ ഒരുത്തം വന്നിങ്ങനെ മാഡം മാഡം എന്നും പറഞ്ഞ അവിടെയിലോട്ട് കൊടുക്കും. നമ്മൾ അവിടെ നിൽക്കുക. മാഡം അവിടെ സാർ ഞാൻ ഇപ്പോഴ് അപ്പൊ ഞാൻ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു വർത്താം. ഞാൻ പറഞ്ഞു വർത്താം. ഐ തോട്ട് ദെയർ വാസ് എ ലൈനപ്പ് ഹിയർ. ഞാൻ മലയാളത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ലൈനപ്പ് ഉണ്ടെന്ന് വിചാരിച്ച് നീ അതിന്റെ പുറകെ നിന്നവനെ ഏൽപ്പിച്ചെന്റെ കാര്യം എന്തുവാ? അന്നേരം ഐ നോ ഹിം. ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ എങ്ങനെ കാണുന്നത്, എന്നാ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അതെങ്ങനെ അതല്ലേ ബാങ്കിലെ എന്റെ തലയെ കൂടെ സത്യമായിട്ടും ഒരുത്തൻ പാസ്ബുക്ക് അങ്ങോട്ട് കൊടുത്തു. ആ ഒരു സിസ്റ്റം കാരണമായിരിക്കും ഇപ്പൊ ഒത്തിരി ആൾക്കാരും പിള്ളേർ സെറ്റെല്ലാം ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയായിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരുന്നു, കാര്യങ്ങൾ വരുന്നു. ഇപ്പൊ നാടുമായിട്ടുള്ള കണക്ഷൻസ് എങ്ങനെ പോകുന്നു? എനിക്ക് കുഴപ്പമില്ല. ഞാൻ പോയാലും ഇടയ്ക്കെല്ലാം പോകാറുണ്ടോ? ഞാൻ സോഷ്യൽ ആക്റ്റീവാണ്. അതെ, ഇടയ്ക്കൊക്കെ പോകുമ്പോഴേ ഞാൻ അവിടെ ക്ലബും ഒക്കെ ഉണ്ട്, അതിനകത്തൊക്കെ. ഇപ്പോഴും ലോക്കൽ അവിടെയുള്ള കാര്യങ്ങളിലൊക്കെ അത്ര ആക്റ്റീവ് അല്ല, എന്നാലും ഉണ്ട്. അതെ അതെ. അപ്പൊ നല്ല കാര്യങ്ങൾ അതൊക്കെ. ഇല്ലടാ, അല്ലേ ഞാൻ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ഇത്രയും തീർച്ചയായിട്ടും. അതെ അതെ. അസുഖം ഇല്ലാഞ്ഞിട്ടില്ല, ഒന്നും ഇല്ലാഞ്ഞിട്ടില്ല. ഞാൻ ഇത് പറഞ്ഞ പോലൊക്കെ എന്റെ ബ്ലെസ്സിങ്സ് ഈസ് മോർ ദാൻ മൈ ട്രബിൾസ്. ഐ ഹാവ് ട്രബിൾ ബട്ട് ഐ ഹാവ് മോർ ബ്ലെസ്സിങ്സ്. അതന്നെ. അപ്പം ഇന്ന് നമുക്ക് കിട്ടിയ ആളെ ഏറ്റവും ബെസ്റ്റ് ആള് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ആ സന്ദേശത്തിന്. കാനഡയിൽ റിട്ടയർ ആകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എന്താണ് നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുക. ആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാലേ ഉള്ളൂ, അത് അല്ലെങ്കിൽ ശരിയാവില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ഒരു ബ്രദറിന്റെ അടുത്ത് പറയും, എടാ നീ സമാജത്തിൽ വന്നില്ലെങ്കിൽ ആരും എന്നോട് ചോദിച്ചല്ലോ ബാബുജി എന്ത് ചെയ്ത്, ബെഞ്ചി എന്ത് ചെയ്യുന്നു. They don't give a shit about you. അതെ, നമ്മൾ പോകുന്നത് നമുക്ക് വേണ്ടിയാണ്. അതെ, എനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പറയുക. ദൈവം നല്ലവനാണെന്ന് നമ്മളൊരു ഈസ്റ്റർ ചെയ്യുന്നുണ്ട്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നോട്ട് യുവർ ട്രബിൾസ്. എല്ലാത്തിനും നന്ദി. ഓക്കെ, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞുതരാം അവിടെ.